2024 T20 ലോകകപ്പിനുള്ള ഇന്ത്യയുടെ പരിശീലനങ്ങൾ മൂന്നാം ദിവസം തുടരുകയാണ്. വ്യാഴാഴ്ച ന്യൂയോർക്കിലാണ് ഇന്ത്യയുടെ ആദ്യ പരിശീലന സെഷൻ നടന്നത്. ജൂൺ 1 ബംഗ്ലാദേശിനെ നേരിടുന്നതിന് മുന്നോടിയായിട്ടുള്ള പരിശീലനമാണ് ആരംഭിച്ചിരിക്കുന്നത്. പുതുതായി നിർമ്മിച്ച നാസോ കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യക്കായി പരിശീലന പിച്ചുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ ട്രെയിനിങ്ങിൽ ഏർപ്പെട്ടത്. വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള ചില താരങ്ങൾ മാത്രമാണ് പരിശീലന സെഷനിൽ മാറിയത്. ഇന്ന് ഇന്ത്യ നടത്തിയ പരിശീലന സെഷനിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു. പരിശീലന വിഭാഗത്തിൽ ബാറ്റിംഗിലും ബോളിംഗിലും കൃത്യമായ രീതിയിൽ ഹർദിക് പങ്കെടുക്കുകയുണ്ടായി. ഈ ആഴ്ചയുടെ തുടക്കത്തിലാണ് ഹർദിക് ഇന്ത്യൻ ടീമിനൊപ്പം ന്യൂയോർക്കിൽ ഒത്തുചേർന്നത്. വ്യാഴാഴ്ച ഏകദേശം 1 മണിക്കൂറോളം നെറ്റ്സിൽ ബോൾ ചെയ്യാൻ ഹർദിക് തയ്യാറായി. തന്റെ ബോളിംഗ് കഴിവുകളും ഫിറ്റ്നസും പൂർണ്ണമായി തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹർദിക് ഇത്രയധികം ബോൾ ചെയ്തത്. പരിശീലനത്തിനായി ആദ്യം എത്തിയത് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും സഞ്ജു സാംസണുമായിരുന്നു. ഇരുവരും തങ്ങളുടെ ബാറ്റിംഗിൽ പൂർണ്ണമായി ശ്രദ്ധ ചെലുത്തുകയുണ്ടായി. ബുംറ, കുൽദീപ് യാദവ്, ഹർദിക് എന്നിവരാണ് ഈ ബാറ്റർമാർക്കെതിരെ ആദ്യ സമയങ്ങളിൽ പന്തെറിഞ്ഞത്. എന്നാൽ ഹർഷദീപ് സിംഗും മുഹമ്മദ് സിറാജും നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനം നടത്തിയത് പലരെയും ഞെട്ടിക്കുകയുണ്ടായി. വാലറ്റ ബാറ്റർമാരെന്ന് ഇന്ത്യ കൂടുതൽ മികച്ച പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ് ഈ തയ്യാറെടുപ്പ് നൽകുന്നത്. ഇരുവർക്കൊപ്പം രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, ശിവൻ ദുബെ എന്നിവരും ബാറ്റിംഗിലും ബോളിംഗിലും പരിശീലനം നടത്തുകയുണ്ടായി. പ്രാക്ടീസിൽ സഞ്ജുവിന് വിക്കറ്റ് എടുക്കാനും ഹർദിക്കിന് സാധിച്ചു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.